അങ്ങനെ നമ്മൾ SQLiteൻ്റെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ട്രാൻസാക്ഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസാക്ഷൻ്റെ കോൺസെപ്റ്റ് അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് നമുക്കിപ്പോൾ SQLiteൻ്റെ അകത്ത് ഒരു സീരീസ് ഓഫ് ക്വറീസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. അപ്പോൾ അങ്ങനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു 3 SQL സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം, കൺഫേം ആയിട്ട് എല്ലാം സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ചേഞ്ചസ് വരാൻ പാടുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഈ 3 ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് ഫെയിലായാൽ ബാക്കി 2 SQL സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ആവത്തില്ല. അതാണ് ട്രാൻസാക്ഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. SQLiteൽ ട്രാൻസാക്ഷൻസ് ഫെയിൽ ആവുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു എക്സെപ്ഷൻ അവർ ത്രോ ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു ട്രൈ ക്യാച്ച് ബ്ലോക്കിൻ്റെ അകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനി ട്രാൻസാക്ഷൻ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഒരു ഡാറ്റാബേസ് ഒബ്ജക്റ്റിൻ്റെ അകത്ത് 3 മെത്തേഡ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബിഗിൻ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ആ മെത്തേഡിൻ്റെ പർപ്പസ് പേരിൽ തന്നെ ഉണ്ട്, ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ടാവും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്നുള്ളൊരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് കോൾ ചെയ്താൽ നമ്മൾ SQLiteനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ എല്ലാം സക്സസ്ഫുൾ ആണ്, നമുക്ക് ഈ ഒരു ചേഞ്ച് കമ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യണം ഡാറ്റാബേസിലേക്ക് എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു മെത്തേഡ് പാസ് ചെയ്യുന്നത്. ഇനി അവസാനത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൻഡ് ട്രാൻസാക്ഷൻ എന്നുള്ളൊരു മെത്തേഡാണ്. ഇതിൻ്റെയും പർപ്പസ് പേരിൽ തന്നെ ഉണ്ട്, അതായത് ട്രാൻസാക്ഷൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. അതേപോലെ ഇതിൻ്റെ അകത്ത് 2 ഔട്ട്കം ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന മെത്തേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കോൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുത്തിയിട്ടുള്ള ട്രാൻസാക്ഷനിലുള്ള ചേഞ്ചസ് കമ്മിറ്റ് ചെയ്യും. അതല്ല എങ്കിൽ ഡാറ്റാബേസിൽ ഒരു ചേഞ്ചസും കമ്മിറ്റ് ചെയ്യപ്പെടില്ല. അതാണ് എൻഡ് ട്രാൻസാക്ഷൻ മെത്തേഡിൻ്റെ പർപ്പസ്. ഇനി നമുക്ക് ട്രാൻസാക്ഷൻ വെച്ചിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ട്രാൻസാക്ഷൻ്റെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതായത് ഞാനൊരു ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷമാണ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മുടെ SQL ഡാറ്റാബേസിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ ആക്സസ് ചെയ്തു, അതായത് കോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു എക്സ്ട്രാ ട്രൈ ക്യാച്ച് അതേപോലെ ഫൈനലി എന്നീ ബ്ലോക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസാക്ഷൻ എന്തെങ്കിലും കാരണവശാൽ എറർ ആയാൽ അതൊരു എക്സെപ്ഷൻ ത്രോ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രൈ ക്യാച്ച് ഫൈനലി തുടങ്ങിയിട്ടുള്ള ബ്ലോക്ക് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ട്രൈ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ഒരു SQL ക്വറീസ് അത് നമ്മൾ റൺ ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ 2 സ്റ്റുഡൻറ്റ് റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള 2 ക്വറീസാണ് ഇവിടെ റൺ ചെയ്യുന്നത്. അത് സാധാ ഒരു ക്വറിയാണ്, അതിൽ വലിയ പ്രശ്നമുള്ള കേസൊന്നുമില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ക്വറീസ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ ഈ സെറ്റ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന മെത്തേഡ് കോളാവും. അത് കോളായി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനലി എന്നുള്ള ആ ഒരു ബ്ലോക്ക് അത് എക്സിക്യൂട്ടായിട്ട് db.end ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കോൾ ചെയ്യും. അങ്ങനെ നമ്മളുടെ ആ ഒരു ട്രാൻസാക്ഷനിലുള്ള 2 ഡാറ്റ ഇൻസേർഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഡാറ്റാബേസിൽ ഇൻസേർട്ട് ആവും. ഇനിയിപ്പോൾ സപ്പോസ് നമ്മുടെ ഈ 2 SQL ക്വറിയിൽ ഏതെങ്കിലും ഒരു ക്വറി എക്സിക്യൂട്ട് ആയില്ല എന്ന് വിചാരിക്കുക, അതായത് ഈ രണ്ടാമത്തെ എക്സിക്യൂട്ട് ആയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടാമത്തെ ക്വറി എക്സിക്യൂട്ട് ആയില്ല എങ്കിൽ ഇവിടെ ഒരു എക്സെപ്ഷൻ റൈസ് ആവും. അങ്ങനെ ട്രൈ ബ്ലോക്കിലെ ബാക്കി കാര്യങ്ങൾ അബോർട്ടായി പോകും. അപ്പം അങ്ങനെ അബോർട്ടായി പോകുമ്പോൾ ഈ ഒരു മെത്തേഡ്, അതായത് സെറ്റ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്നുള്ള ഈ ഒരു മെത്തേഡ് അത് കോൾ ആവത്തില്ല. അത് കോൾ ആവാതെ നേരെ നമ്മുടെ ക്യാച്ചിൻ്റെ ബ്ലോക്കിലേക്ക് ചെല്ലും. ക്യാച്ചിൻ്റെ ബ്ലോക്കിൽ വന്നിട്ട് നമ്മളൊരു ടോസ്റ്റ് മെസ്സേജാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്, അതായത് ട്രാൻസാക്ഷൻ ഫെയിലായി എന്നും പറഞ്ഞിട്ട് ഒരു ടോസ്റ്റ് മെസ്സേജ് കാണിക്കും. ഇനി ടോസ്റ്റ് മെസ്സേജ് കാണിച്ചതിന് ശേഷം നമ്മുടെ ഫൈനലിയുടെ ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും, എന്നിട്ട് എൻഡ് ട്രാൻസാക്ഷൻ കൊടുക്കും.
ഇതിൽ ഫൈനലി എന്തുകൊണ്ട് എക്സിക്യൂട്ട് ആയെന്ന് ചോദിച്ചാൽ ഫൈനലി നമ്മുടെ ട്രൈ ക്യാച്ചിൽ എക്സെപ്ഷൻ വന്നാലും ഇല്ലെങ്കിലും എക്സിക്യൂട്ട് ആവുന്ന ബ്ലോക്കാണ്, അതുകൊണ്ടാണത് എക്സിക്യൂട്ട് ആവുന്നത്. ഇത് 5th സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ട്രൈ ക്യാച്ചിൻ്റെ അകത്ത് ഫൈനലിയുടെ ബ്ലോക്കും കൂടെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മുടെ കാര്യത്തിലും ആവശ്യം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയാലും ഇല്ലെങ്കിലും എൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കോള് ചെയ്യണം. അത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. പിന്നെ ജീവ മാമിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാവുകയാണെങ്കിൽ അതും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്കിന് വല്ലതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നന്നായിട്ടിത് അറ്റൻഡ് ചെയ്യാൻ പറ്റും.